സൗരയൂഥത്തിൽ അപ്രതീക്ഷിതമായൊരിടത്ത് ഒരു സമുദ്രം കണ്ടെത്തിയിരിക്കുന്നു. ശനിയുടെ ചന്ദ്രനായ മിമാസിൽ, പാരീസ് നിരീക്ഷണാലയത്തിലെ വലേരി ലെയ്നി എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചതായി നേച്ചർ ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിമാസിൽ സമുദ്രമുണ്ടെങ്കിൽ സൗരയൂഥത്തിൽ എവിടെയും സമുദ്രമുണ്ടാകാം എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. മിമാസിൽ ഒരു സമുദ്രം ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിച്ചിരുന്നില്ല. വ്യാഴത്തിന്റെ ചന്ദ്രനായ യൂറോപ്പയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചാലുകളോ ശനിയുടെ തന്നെ ചന്ദ്രനായ എൻസിലാഡസിന്റെ ഉപരിതലത്തിൽ കാണുന്ന ജലപ്രവാഹമോ മിമാസിലില്ല. 396 കിലോമീറ്റർ മാത്രം ശരാശരി വ്യാസമുള്ള അനാകർഷകമായ ഒരു ചന്ദ്രനായാണ് ഇതിനെ കരുതുന്നത്. 2004 മുതൽ ശനിയെ ചുറ്റിപ്പറന്ന് കസീനി സ്പേസ് ക്രാഫ്റ്റ് എടുത്ത ഫോട്ടോകൾ ഉപയോഗിച്ച് 2014 വലേറി ലെയ്നി ഉൾപ്പെട്ട ഒരു സംഘം ശനിക്ക് ചുറ്റുമുള്ള മിമാസിന്റെ ഭ്രമണപഥത്തിന്റെ ഉലച്ചിൽ കൃത്യമായി പഠിച്ചു. അതിൽ നിന്ന് മിമാസിനകത്ത് കോഴിമുട്ടയുടെ രൂപത്തിലുള്ള ഒരു ഖരകേന്ദ്രമോ അല്ലെങ്കിൽ ഒരു സമുദ്രമോ ഉണ്ടാക്കാമെന്ന അനുമാനത്തിലെത്തി. 2024 എത്തിയപ്പോൾ ലെയ്നിയും സഹപ്രവർത്തകരും ഗവേഷണത്തിൽ ഏറെ മുന്നോട്ടു പോയിരുന്നു. മിമാസിന്റെ ഭ്രമണപഥത്തിന്റെ ഉലച്ചിലിനോടൊപ്പം 2004 മുതൽ 2017 വരെയുള്ള കാലത്ത് ഭ്രമണപഥത്തിനുണ്ടായ വ്യതിയാനവും അവർ പഠിച്ചു. ഒപ്പം മിമാസിന്റെ ആന്തരിക ഘടനയും സിമുലേറ്റ് ചെയ്തപ്പോൾ അതിലുള്ളത് സമുദ്രം തന്നെയാണെന്ന് അവർ തീർച്ചയാക്കി. ഉപരിതലത്തിലെ ഖരഭാഗത്തിന് 20 മുതൽ 30 വരെ കിലോമീറ്റർ താഴെയാണ് ഈ സമുദ്രം എന്നവർ കരുതുന്നു. ഈ സമുദ്രം ഉണ്ടായിട്ട് 25 ദശലക്ഷം വർഷങ്ങളേ ആയിട്ടുള്ളൂ എന്നവർ കണക്കാക്കുന്നു. ഭൂമിയിലെ ആദ്യത്തെ സമുദ്രം ഏകദേശം 4000 ദശലക്ഷം വർഷങ്ങൾ മുൻപാണ് ഉണ്ടായത്. മിമാസിലെ സമുദ്രം വളരെ മുൻപേ ഉണ്ടായതായിരുന്നെങ്കിൽ അത് മിമാസിന്റെ ബാഹ്യഭാഗത്ത് കുറച്ചെങ്കിലും വിള്ളലുകൾ സൃഷ്ടിക്കുമായിരുന്നു. കാലക്രമേണ മിമാസിന്റെ മുഖം എൻസിലാഡസിന്റേതുപോലെ മിനുസപ്പെടുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ കരുതുന്നത്. എന്താണ് ഈ സമുദ്രത്തിന്റെ പ്രാധാന്യമെന്നാൽ, മിമാസിനുള്ളിൽ സമുദ്രമുണ്ടെങ്കിൽ അതിലെ ജലവും പുറംതോടി നഖത്തെ പാറകളും തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുന്ന ഭാഗങ്ങളിൽ ജീവൻ നിലനിർത്താനാവശ്യമായ രാസോർജത്തിന്റെ ഉൽപ്പാദനം നടക്കും. അതായത് അവിടെ ജീവൻ ഉണ്ടാവാനും നിലനിൽക്കാനുമുള്ള സാധ്യതകൾ കൂടും.